ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോശമാവ് കൊണ്ട് ഒരു വെറൈറ്റി വിഭവം തയ്യാറാക്കിയാലോ? വളരെ ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 ക്യാരറ്റ്, 2 സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ദോശമാവ്. ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അരച്ച് വെച്ച മാവ് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഇനി സവാള ഇത് വളരെ പൊടിയായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് കൊണ്ടുവരണം. ഇനി ക്യാരറ്റ് ഞാൻ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളകും ചെറിയ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയിലും അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശമാവിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് കടായി ചൂടാക്കാം. ദോശത്തവ അതുപോലെ ചൂടാക്കിയ ശേഷം ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ കുറച്ച് പച്ചവെള്ളം ഇതുപോലെ തെളിച്ച് കൊടുത്ത ശേഷം ഒരു തവി മാവ് നമുക്ക് ദോശ തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് കട്ടി ദോശയായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കട്ടി ദോശയുടെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ദോശ മൊരിഞ്ഞ് വരാൻ തുടങ്ങും. മുകൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും സവാളയും മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തക്കാളിയും ക്യാപ്സിക്കം അതുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഓണിയൻ മാത്രം വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. ഓണിയൻ ഊത്തപ്പവും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ ഫില്ലിങ്സൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്പാറ്റില ഉപയോഗിച്ചിട്ട് പതുക്കെ അതൊന്ന് അമർത്തി കൊടുക്കണം. പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം നെയ്യൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു ഊത്തപ്പമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഇനി ഇത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം വളരെ സിമ്മിലേക്കാക്കി വെച്ച് കൊടുക്കണം. 1-2 മിനിറ്റിനകം തന്നെ ദോശയുടെ ഒരു വശം നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇനി അത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്കാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ വെജിറ്റബിൾസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിമ്മിലേക്കാക്കി വെച്ച ശേഷം മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഊത്തപ്പം നമുക്ക് റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് ഇടാൻ സാധിക്കും. ഇത് സാമ്പാറോ ചട്നിയോ എല്ലാം ഉപയോഗിച്ച് കഴിക്കുമ്പോൾ വളരെയധികം രുചികരമാണ്. ഇനി ഞാൻ രണ്ടാമത്തെ ഊത്തപ്പം തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. രണ്ടാമത്തെ ഊത്തപ്പത്തിലുള്ള ദോശമാവ് ഞാൻ ദോശത്തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ഫില്ലിങ് തന്നെ ആദ്യം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇല്ലാതെ ഊത്തപ്പം തയ്യാറാക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തിരിച്ചിടുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലേക്കാക്കി വയ്ക്കാൻ മറക്കരുത്. ഇപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ടേസ്റ്റിലായിരിക്കും നമുക്ക് ഈ ഊത്തപ്പം കിട്ടുന്നത്. അപ്പോൾ ആ ഫില്ലിംഗ് എല്ലാം കഴിയുന്നത് വരെ നമുക്ക് ദോശ മാവ് ഉപയോഗിച്ച് ഇതുപോലുള്ള ഊത്തപ്പം തയ്യാറാക്കാം. രാവിലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.